ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്ന ദിവസമാണ്. കുറേ നാൾ പറഞ്ഞ് അവസാനം ഇതാ നാട്ടിൽ പോകുന്ന ദിവസം വന്നു. ഇന്ന് വൈകുന്നേരം 6 മണിയുടെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 1 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഇവിടെ ഒരു 10 മണിയായി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ 1 മാസത്തേക്കാണ് നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഏകദേശം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. പിന്നെ പിക്കിൾ ഐറ്റംസ്, സോസ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഇപ്പോൾ കഴിക്കാനുള്ള മഷ്റൂമും ക്യുക്കുംബറും ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ സ്നാക്ക്, ബ്രെഡ്, പിന്നെ എഗ്ഗ്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെയാണ് വെക്കുന്നത്. അതിൽ കുറച്ച് ഫ്രൂട്ട്സും എഗ്ഗും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇപ്പം മോൾക്ക് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ ബ്രെഡാണ്. അപ്പോൾ ഞാൻ 4ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഫ്രഞ്ച് ടോസ്റ്റും പിന്നെ കുറച്ച് സ്ലൈസസ് ഓറഞ്ചസും ആണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ബ്രെഡ് ആൻഡ് ഓംലെറ്റും കൂടെ കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് റെഡിയാവാൻ പോവുകയാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി കാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ 1 മണിയൊക്കെ ആകുന്ന സമയത്ത് വരും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് മുന്നേ എല്ലാം റെഡിയായി ലാസ്റ്റ് റൗണ്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയാവാൻ പോവാണ്. ഇപ്പം ഏകദേശം സമയം 12 മണിയായി. 1 മണിയായ സമയത്താണ് നമ്മൾ കാറ് പറഞ്ഞേക്കുന്നത്. നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു ഡ്രൈവറിനെ ബുക്ക് ചെയ്താണ്. എയർപോർട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് വരാൻ പോണത്. അവർ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പിക്കപ്പ് ചെയ്യാൻ വരുമെന്നും പറഞ്ഞു. കുറേ നേരം ഫ്ലൈറ്റ് ഇരിക്കണമല്ലേ, അതുകൊണ്ട് അധികം മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു സിറവും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും അത് മതി ഇന്നത്തേക്ക്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നിയാസിനമേഡിൻ്റെ ഒരു സിറമാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇതിടുകയാണെങ്കിൽ മോയ്സ്ചറൈസർ ഞാൻ ഇടാറില്ല. റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇത് മോയ്സ്ചറൈസറാകും. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ പണി കിട്ടും. അതുകൊണ്ട് വളരെ മിനിമലായിട്ട് മാത്രമാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. പണ്ടൊക്കെ എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി എനിക്ക് വന്നിട്ട് ഞാൻ ലേസർ ഹെയർ റിമൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിൽ. അപ്പം അവിടെ നിന്ന് അവർ പറഞ്ഞതാണ് ഈ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആക്നെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ബ്ലാക്ക് ഇപ്പം തന്നെ കുറച്ച് സ്ഥലത്തുണ്ട്. അപ്പോൾ അത് വരുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് ഞാൻ സൺസ്ക്രീൻ മേടിച്ചത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നത് 70 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് നിക്സിൻ്റെ മറ്റേ സ്റ്റെയിൻ സംഭവം ഇല്ലേ, അതാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് ലൈറ്റ് ഷെയ്ഡായിപ്പോൾ. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരെ നിൽക്കുകയായിരുന്നു. മസ്കാര കുറച്ച് മസ്കാര. Please say it. And you know, guys, tomorrow I can't brush my teeth. I'll just do gulu gulu. Because I'm on an airplane. I can't brush my teeth there. To put my body lotion. Korchu Korchu indita. Itta. Korchu itta.
ഈ പെർഫ്യൂം ഇത് സെഫോറയിൽ നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ബോഡി ലോഷനും പിന്നെ ബോഡി വാഷും ഉണ്ട്. നല്ല സ്മെല്ലാണ്, കുറേ നേരം നിൽക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മേടിക്കും. അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് കുറേ നാളായി യൂസ് ചെയ്യണം. കുറച്ചേ ഇടാറുള്ളൂ, പക്ഷെ നല്ല സ്മെല്ലാണ്, കുറേ നേരം നിൽക്കും. അപ്പം ഇത് തീരുമ്പോൾ ഞാൻ ഇനിയും Guys, you know my cousin sisters love Sephora. She really wanted to go there for a long time, even though she's 8-year-old. Mom saliva, my dad saliva, oh dad. It's so hot outside. Yeah, it's very hot outside. I'll lock you here. Go. Hot. Chuchu, kera. I sent you the money. Did you see that? You said it through e-trans. Yeah. The couple is here. You're coming back is good. I'm halfway. Oh, that's nice. Yeah. I'm halfway coming back. എയർപോർട്ടിലൊരു മാജിക് ഷോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചെക്കിനൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മാജിക് ഷോ ഒക്കെ കണ്ട് അതിന് ശേഷം ഞങ്ങൾ ലൗഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിച്ച് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സമയമാകുമ്പോഴത്തേക്കാണ് താഴെ വന്നത്. I can't be any fairer than that. 1, 2, 3, and 4. I put a card inside there. Have a card. Show us your card. Perfectly. High five, Ken. High five. ലൗഞ്ചിലെ ഫുഡ് അത്ര പോരായിരുന്നു കേട്ടോ, പക്ഷേ അത്യാവശ്യം വിശപ്പെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. Yeah, I'll get it. Sure. This is my favorite salad from without pork. Was that either without pork? This is the pork. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ ഫ്രാൻസ് ആണ് കേട്ടോ. ഞങ്ങൾ ടൊറൻറ്റോ ടു പാരീസ് ടു ബാംഗ്ലൂർ ആണ് പോകുന്നത്. രണ്ടും എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ലൈവ് ക്യാമറ കാണുന്നത്. ഞാൻ സാധാരണ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഞാനതിൽ മൂവിയൊന്നും കാണില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ മൂവി കണ്ടുകൊണ്ടിരിക്കൂലേ, എനിക്ക് ഇതിൻ്റെ മാപ്പ് നോക്കിയിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ ഈ ഫ്ലൈറ്റിലാണെങ്കിൽ ഞങ്ങൾ ടൊറൻറ്റോ ടു പാരീസിൽ പോയ ഫ്ലൈറ്റ് കുറച്ചുകൂടെ നല്ലൊരു പുതിയൊരു ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ ക്യാമറ ഉണ്ടായിരുന്നു, ലൈവ് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂവും പിന്നെ ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റി മാറ്റി കാണാൻ ഭയങ്കര രസമായിരുന്നു. ടേക്ക് ഓഫ്, എസ്പെഷ്യലി ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു.
എല്ലാ ഫ്ലൈറ്റിലും ഉള്ള പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടോയ്സ്, പസിൽസ്, പിന്നെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൊറൻറ്റോന്ന് വൈകുന്നേരം 6:30 അപ്പം ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഡിന്നർ സെർവ് ചെയ്തു. ഡിന്നറിന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അതുപോലെ തന്നെ കോൾസ്ലോ, ബണ്ണ് വിത്ത് ബട്ടർ, പിന്നെ ഒരു ചെറിയൊരു സ്ലൈസ് കേക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ലാൻഡ് ചെയ്യാൻ ഒരു 1-1.5 മണിക്കൂർ മുന്നേ അവർ ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു ബോക്സിൽ ബണ്ണ്, പിന്നെ ബട്ടർ, ചീസ്, സ്ട്രോബെറി ജാം, പിന്നെ യോഗട്ട്, ജ്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. Okay, go. പാരീസിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു 2.25 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂരിലേക്ക്. പാരീസിലെ സമയം രാവിലെ 10:45 ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടേക്ക് ഓഫിന് ശേഷം ഒരു 1-1.5 മണിക്കൂറിന് കഴിഞ്ഞിട്ട് ലഞ്ച് അവർ സെർവ് ചെയ്തു. ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുൾ ഇന്ത്യൻ ലഞ്ചായിരുന്നു. നാൻ, റൈസ്, എഗ് ഓംലെറ്റ്, പിന്നെ ദാൽ കറി, പിന്നെ സ്പിനച്ചും പൊട്ടറ്റോ ഇട്ടിട്ടുള്ളൊരു കറി പോലെ, പിന്നെ കടലയുടെ ഒരു ഉപ്പേരി പോലത്തെ ഒരു സാധനം, പിന്നെ പായസം, സേമിയ പായസം, ഇതൊക്കെയായിരുന്നു ലഞ്ച്. നല്ല ദാൽ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ലാൻഡ് ചെയ്യാനായപ്പോഴത്തേക്കും കഴിഞ്ഞ ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ ഒരു ബോക്സിൽ കുറച്ച് യോഗട്ട്, നട്ട്സ്, ബണ്ണ്, ചീസ്, ബട്ടർ, പിന്നെ ക്യുക്കുംബർ ടാർട്ടാർ, പിന്നെ ഫ്രൂട്ട് പ്യൂരെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. ഇവിടെ ഇപ്പം ഇന്ത്യൻ സമയം രാത്രി 12 മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഊബർ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഒരു 5 മണിക്കൂറത്തെ ഊബർ ഡ്രൈവല്ലേ ഉള്ളൂ. പിന്നെ രാവിലെ ആകുന്ന സമയത്ത് അധികം തിരക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം പെട്ടിയൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഊബർ വിളിച്ച് ഇറങ്ങുകയാണ്. ഇടയ്ക്കൊന്നൊരു ചായ കുടിക്കാൻ നിർത്തി. അതിന് ശേഷം ഒരു ലോങ് 5 മണിക്കൂറത്തെ ഡ്രൈവായിരുന്നു. നല്ല രസമുള്ള ഡ്രൈവാണ്. ബാംഗ്ലൂർ ടു കണ്ണൂർ കൊടക് വഴിയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡ്രൈവാണ്. ഇടയ്ക്കുള്ള ചെറിയൊരു ഭാഗം എനിക്ക് തോന്നുന്നു വീരാജ്പേട്ടിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് റോഡ് മോശമാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് 3-3:30 ആയപ്പോഴത്തേക്കാണ് അവിടുന്ന് ഇറങ്ങിയത്, ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അധികം ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ അധികം ടയേർഡോ ഒന്നും ആവാണ്ട് വീട്ടിലോട്ട് എത്തി.